ശലോം സഹോദരങ്ങളെ, ഷബ്ബാത്ത് ശലോം. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം മരണത്തെക്കുറിച്ചാണ്. മരണമെന്ന് കേൾക്കുമ്പോൾ ചിലർക്ക് ഭയമായിരിക്കാം, മറ്റു ചിലർക്ക് സന്തോഷമായിരിക്കാം. നിങ്ങളുടെ മരണം എങ്ങനെയായിരിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിന് മരണത്തെ പറ്റിയൊക്കെ ചിന്തിക്കാനായിട്ട് എവിടെ സമയമല്ലേ? മത്സരിച്ച് ഓടല്ലേ എല്ലാവരും, അതും നമ്മേക്കാൾ മുകളിലുള്ളവരെ നോക്കിയിട്ട്. അതായത് മുകളിലുള്ളവരെ നോക്കിയിട്ട് നമുക്കതില്ല ഇതില്ല എന്ന് വേവലാതിപ്പെട്ട് അവർക്കൊപ്പമോ ഒരുപക്ഷെ അവരെക്കാൾ അധികമോ ആകണമെന്ന ചിന്തയോട് കൂടിയുള്ള മത്സര ഓട്ടം. ലോകത്തിൻ്റെ മക്കളെക്കുറിച്ച് എസെക്കിയേൽ പ്രവാചകൻ 3:27 പറയുന്നു, അവർ മത്സരഗൃഹമല്ലോ. അതായത് കേൾക്കുന്നവൻ കേൾക്കട്ടെ, കേൾക്കാത്തവൻ കേൾക്കാതെ ഇരിക്കട്ടെ. അവർ കേട്ടാലും കേൾക്കാനാലും എൻ്റെ വചനങ്ങളെ അവരോട് പ്രസ്താവിക്കണം. അവർ മഹാമത്സരികളല്ലോ, അവർ മത്സരഗൃഹമല്ലോ എന്നാണ് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞാൻ അപ്പനോട് ചോദിച്ചു, ഇതെനിക്ക് കിട്ടിയ ഒരു വചനമായിരുന്നു ഇന്നത്തെ. അതായത് ഞാൻ ഇന്ന് എന്താണ് സംസാരിക്കുക. അപ്പോൾ ഞാൻ ആബയോട് ചോദിച്ചു, ആബ എത്ര നാളായി ഞാനിത്, ആബയെ അറിഞ്ഞ ആ നിമിഷം മുതൽ ഞാനിതൊക്കെ എല്ലാവരോടും വിളിച്ചു പറയുന്ന കാര്യമാണ്. പക്ഷേ ഒരാൾ പോലും മനസ്സിലാക്കുന്നില്ല എന്തിനാ ഇങ്ങനെ തുടരുന്നത്. ആർക്കെങ്കിലും എന്നെ കൊണ്ട്, ഞാനിങ്ങനെ വിളിച്ചു പറയുന്നത് കൊണ്ട് എന്തെങ്കിലും ഉപകാരം കാണുമോ? ആർക്കെങ്കിലും എൻ്റെ വാക്ക് കേട്ട് ആബയിലേക്ക് തിരിച്ചു വരാനായിട്ട് മനസ്സുണ്ടോ? ഈ ലോകം പോകുന്ന പോക്കിൽ എല്ലാവരും നമ്മളെ മണ്ടന്മാർ എന്ന് മുദ്ര കുത്തുമ്പോൾ എത്ര പറഞ്ഞു കൊടുത്തിട്ടും മനസ്സിലാക്കാതെ, എന്താ പറയുക, പാസ്റ്റർ പഠിപ്പിച്ചു കൊടുത്ത ഒരു ചട്ടക്കൂടിനുള്ളിൽ അണുവിട മാറാതെ തർക്കിക്കാൻ വരുന്നവരല്ലേ. എല്ലാം നിന്റെ തോന്നലാണ് എന്ന് പറഞ്ഞ് നിനക്ക് ഭ്രാന്താണെന്ന് പറയുന്നവർ വരെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ എന്തിനാണ് ഈ മുത്തുകൾ, ദൈവത്തിൻ്റെ നിധികൾ ചവിട്ടാനായിട്ട് പന്നികൾക്കെന്ന പോലെ ഇവർക്ക് എന്തിനാ ഇട്ടുകൊടുക്കുന്നേ എന്ന് ഞാൻ ചോദിച്ചു, ആബയോട് ചോദിച്ചു. അതായത് നമുക്ക് കിട്ടിയ താലന്ത് സൂക്ഷിച്ചു വെച്ചാൽ മതിയില്ലേ ആബ? ഞാനിതിന് വിളിച്ച് പറഞ്ഞ് നടക്കണോ? ഞാൻ നിർത്തട്ടെ എന്ന് ഞാനൊക്കെ ആബയോട് ചോദിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ആബ തന്ന ഉത്തരമാണ് എസെക്കിയേൽ 2:3 അധ്യായങ്ങൾ. എസെക്കിയേൽ 2:6, മനുഷ്യപുത്ര, അവരെ പേടിക്കരുത്. പറക്കാരെയും മുള്ളും നിന്റെ അരികെ ഉണ്ടായിരുന്നാലും തേളുകളുടെ ഇടയിൽ നീ പാർത്താലും അവരുടെ വാക്ക് പേടിക്കരുത്. അവരുടെ നോട്ടം കണ്ട് നീ ഭ്രമിക്കയുമരുത്. അവർ കേട്ടാലും കേൾക്കാനാലും എൻ്റെ വചനങ്ങളെ പറയുക. അവർ മഹാമത്സരികൾ ആണ്. ഇതാണ് എനിക്ക് കിട്ടിയ വചനം. അതായത് ദുഷ്ടനോട് നീ മരിക്കും, അതിനാൽ നീ ദുർമാർഗം വിട്ട് തിരിച്ചു വരുവാൻ നീ അവനെ ഓർമ്മിപ്പിച്ചിട്ടും അവൻ തൻ്റെ ദുർമാർഗം വിട്ട് തിരിയുന്നില്ല എങ്കിൽ അവൻ്റെ അതായത് തൻ്റെ അകൃത്യത്തിൽ മരിക്കും. നീയോ നിന്റെ പ്രാണനെ രക്ഷിക്കും. എന്നാൽ നീ ഓർമ്മിപ്പിക്കായക കൊണ്ട് അവൻ പാപത്തിൽ മരിച്ചാൽ അവൻ്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും എന്നാണ് വചനം പറയുന്നേ. അപ്പോൾ ഇത് വിളിച്ച് പറഞ്ഞില്ല എങ്കിൽ ആർക്കെങ്കിലും ഇത് കേൾക്കാൻ ചാൻസ് ഉണ്ടായിട്ടും കേൾക്കാൻ പറ്റിയില്ലാതെ അവരാ ദുർമാർഗത്തിൽ മരിച്ചാൽ അതിൻ്റെ ഉത്തരം ഞാൻ പറയേണ്ടി വരും. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് നിങ്ങളൊക്കെ എന്നെ പരിഹസിച്ചിട്ടും പുച്ഛിച്ചിട്ടും ശ്രദ്ധിക്കാതിരുന്നിട്ടും ഞങ്ങൾക്ക് കിട്ടിയ ഈ വചനം പിന്നെയും പിന്നെയും ഞങ്ങൾ ആവർത്തിക്കുന്നത്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും വീഡിയോ ഇടുന്നത്. ചിലർക്ക് ഇതൊക്കെ അരോചകമായിട്ട് തോന്നാം. ഈ പറഞ്ഞത് തന്നെയാണല്ലോ വീണ്ടും പറയുന്നത്. എത്രയൊക്കെ കളിയാക്കിയിട്ടും ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ച് എൻ്റെ ചുറ്റുമുള്ളവർ എന്നെയൊക്കെ വിട്ട് കളഞ്ഞേക്കാം. ഇനിയിപ്പോൾ അവൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നടക്കട്ടെ എന്ന്. ഞാനിപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ആവശ്യമുണ്ടോ അങ്ങോട്ട് ചെന്നിപ്പോൾ ആരുടെ അടുത്തും പറയാറില്ല. ആവശ്യമുണ്ടോ വന്നാൽ കൊടുക്കും. ഇല്ലേ, നമ്മളെ കളിയാക്കാനാണ് ചൊറിയാനാണ് വരുന്നതെങ്കിൽ നമ്മൾ വെറുതെ വിടില്ല, നല്ലത് തന്നെ തിരിച്ചു കൊടുക്കും. ആബയെ പറ്റി വരികയാണെങ്കിൽ നമ്മൾ തീ കത്തണ മാതിരി കത്തും. സ്പിരിറ്റ് നമുക്ക് വർദ്ധിക്കും. അതാണ് നമ്മുടെ ആത്മാവിൻ്റെ പവർ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ ഞാൻ വിഷയത്തിലോട്ട് വരാം.
1 കോരിന്തോസ് 15:55 അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ഹേ മരണമേ നിന്റെ ജയം എവിടെ? അതായത് ഒരു മനുഷ്യന് 2 മരണമുണ്ട്. എന്താണ് 2 മരണം എന്ന് പറയുന്നത്? ആദ്യവും അന്ത്യവുമായ ദൈവം യേശുവായിലൂടെ മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ചു അല്ലേ? അപ്പോൾ ആദ്യ മരണം അത് ഭൂമിയിലാണ്. നീ ഇന്ന് ഭയക്കുന്നത് ആ മരണത്തെയാണ് അല്ലേ? ഭൂമിയിലുള്ള മരണത്തെ. പക്ഷെ നിങ്ങൾ ശരിക്കും ഭയക്കേണ്ടത് ആ ആദ്യത്തെ മരണത്തെയല്ല, 2ാമത്തെ മരണത്തെയാണ്. അതേതാണ് 2ാമത്തെ മരണം? അതാണ് 2ാമത്തെ മരണം, നിത്യനരകത്തിലേക്കുള്ള വാതിലാണ്. എന്താണ് 2ാമത്തെ മരണമെന്ന് വെളിപാട് 20:14 പറയുന്നുണ്ട്. അതായത് മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക അതാണ് 2ാമത്തെ മരണം. അതായത് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഇനി ഇതിൽ ആരൊക്കെയാണ് ആരൊക്കെയാണ് ജീവന്റെ പുസ്തകത്തിൽ പേരില്ലാത്തവർ നമുക്ക് നോക്കാം. അതായത് ഇവിടെ പറയുന്നത് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത എല്ലാവരെയും ഈ 2ാമത്തെ മരണമായ തീപ്പൊയ്കയിൽ തള്ളിയിടുമെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആരൊക്കെയാണ് ജീവന്റെ പുസ്തകത്തിൽ പേര് ഇല്ലാത്തവർ? അതും വെളിപാട് 21:8 പറയുന്നുണ്ട്. അവിശ്വാസികൾ, അറക്കപ്പെട്ടവര്, കൊലപാതകന്മാർ, ദുർനടപ്പുകാര്, ക്ഷുദ്രക്കാര്, ബിംബാരാധികള്, ബോഷ്ക്ക് പറയുന്നവര്, ഇവരുടെയൊക്കെ ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ. അതാണ് 2ാമത്തെ മരണം എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഓരോന്നെടുത്ത് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ മനസ്സിലാകും നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ടോ എന്ന്. ചിന്തിക്കേ ക്രിസ്ത്യാനിയെ, നീ ചിന്തിക്ക്. നീ പോകുന്ന വഴികൾ ബൈബിളിലുള്ള വഴിയാണോ എന്ന് ചിന്തിക്കാനുള്ള ഒരു നല്ല ഒരു വചനമാണ് ഇത്. ചിന്തിക്ക്. അതായത് 1ാമത്തെ അവിശ്വാസികൾ. നീ ചിന്തിക്ക്, നീ അവിശ്വാസിയാണോ? അപ്പോൾ നീ പറയും അല്ല ഞാൻ വിശ്വാസിയാണെന്ന് പറയും അല്ലേ? എങ്ങനെ? അതായത് കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരെന്നാണ്. എന്നാൽ നീ കണ്ടിട്ടും വിശ്വസിക്കാത്ത കൂട്ടത്തിലാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. അതായത് ഇസ്രായേലിൻ്റെ രക്ഷ, ഈ ചെറു ജനതയുടെ വിജയഗാഥ കണ്ടിട്ടും, അതായത് ഇന്ന് ഇപ്പോൾ ഈ ലോകത്തെ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ ഏകദേശം ഒരു ജില്ലയുടെ ഒക്കെ അത്രയേ ഉള്ളൂ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ചെറിയ രാജ്യം. ആ രാജ്യത്തിൻ്റെ വിജയഗാഥ കണ്ടാൽ തന്നെ ഈ ലോകം മൊത്തം മനസ്സിലാകും എന്ത്? യഥാർത്ഥ ദൈവം ഇസ്രായേലിൻ്റെ ദൈവമാണ് എന്ന്. അങ്ങനെ കണ്ടിട്ടും നീ വിശ്വസിക്കുന്നില്ല, നീ നിന്റെ ദൈവത്തെ വിശ്വസിക്കുകയാണ്. അപ്പോൾ നീ പറയും ഇസ്രായേലിൻ്റെ ദൈവത്തിന് തന്നെ ഞാൻ വിശ്വസിക്കുന്നതെന്ന്. എന്നാൽ ഇസ്രായേൽക്കാരെ ആവശ്യവുമില്ല. ബൈബിളിലുള്ള ഇസ്രായേലിൻ്റെ ദൈവത്തെയാണ് നീ വിശ്വസിക്കുന്നതെങ്കിൽ ബൈബിൾ അനുസരിച്ച് നീ ജീവിക്കണം, സഭയനുസരിച്ചല്ല ജീവിക്കണ്ടേ. അപ്പോൾ ഇസ്രായേലിൻ്റെ ദൈവത്തെ നീ വിശ്വസിക്കുന്നില്ല എങ്കിൽ, ഇസ്രായേലിൻ്റെ ദൈവത്തിലല്ല നീ ആശ്രയം വെക്കുന്നത് എങ്കിൽ നീ വിശ്വാസിയാണോ? അല്ലല്ലോ, നീ അവിശ്വാസിയാണ്. നീ വിശ്വസിക്കുന്നത് ഒരു പ്രതിമയിൽ, അതിൽ ദൈവമുണ്ടെന്നാണ് നീ വിശ്വസിക്കുന്നത്. അപ്പോൾ നീ എന്തായിട്ട് മാറും? അവിശ്വാസിയായിട്ട് മാറും. അതാണ് 1ാമത്തെ കാര്യം അല്ലേ? പിന്നെ പറയുന്നതാണ് 2ാമത്തത് അറക്കപ്പെട്ടവർ എന്ന്. ആര് ഈ അറക്കപ്പെട്ടവർ അറിയോ? അതായത് തള്ളാഹു കുക്കുംബർ എന്ന് വിളിച്ച് ഓരോരുത്തരുടെയും തല വെട്ടുന്ന ഒരു കൂട്ടരുണ്ട്. അങ്ങനെ തലയറുക്കുമ്പോൾ നീ എന്താ വിചാരിക്കുക? ഞാൻ രക്തസാക്ഷിയായി എന്നല്ലേ? അത് നീ ചിന്തിക്കേ വേണ്ട. നീ വെറും ഒരു ബലിമൃഗമാണ്. അതായത് അവൻ്റെ ദൈവത്തിനുള്ള നേർച്ച. അതാണ് സാത്താന് വേണ്ടി അറക്കപ്പെട്ടവർ, അതായത് ഭീരുക്കൾ. പിന്നെയുള്ളത് കൊലപാതകികൾ. അതൊക്കെ നമുക്കറിയാം അല്ലെ? ദുർനടപ്പുകാർ, മന്ത്രവാദികൾ, അതൊക്കെ നമ്മുടെ കണ്ണിലും തെറ്റൊക്കെയാണ്. ഇനി അതൊന്നും നമ്മൾ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവായിരിക്കില്ല. ഇനി ബിംബ ആരാധികൾ. എന്താണ് ബിംബാരാധികൾ? അതിൽ മിക്കവാറും എല്ലാ ക്രിസ്ത്യാനികളും അതിൽ പെട്ടുപോകും. കാരണം വിഗ്രഹാരാധകർ, അതാണ് ബിംബാരാധികൾ അല്ലേ? അവർ. പിന്നെ ബോഷ്ക്ക് പറയുന്നവർ, അതായത് ഇപ്പം എല്ലാ സഭ തന്നെ പെന്തക്കോസ്തേ ഏത് സഭ വേണമെങ്കിലും എടുത്ത് നോക്കിക്കോ, അവരെല്ലാ സഭയിലുമുള്ള പാസ്റ്റർമാർ ബോഷ്ക്ക് പറയുന്നവർ. അപ്പം അത് കേട്ട് ഇടയൻ പറയുന്നതനുസരിച്ച് നിൽക്കുന്ന ആടുകളും എന്ത് പറയും? ബോഷ്ക്ക് പറയുന്നവരായിരിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിലൊന്നുമില്ലാത്തവർ വളരെ കുറച്ചു പേർക്കേ രക്ഷയുള്ളൂ. അതുകൊണ്ടാണ് ചെറിയ അജഗണമേ എന്ന് വിളിക്കാൻ കാരണം. ഈ ലോകത്തിൻ്റെ പോക്ക്
വിശാലമായ നരകത്തിലോട്ടാണ്. ഇതിലൊന്നും പെടാത്തവർക്ക് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണുള്ളൂ, അവരെ നിത്യരാജ്യത്തിലേക്ക് കടക്കുകയുള്ളൂ എന്ന് ബൈബിളിൽ പറയുന്ന കാര്യമാണ്. ഈ ലോകത്തിൻ്റെ മഹാമത്സരികൾ എല്ലാം വിശാലമായ രണ്ടാമത്തെ മരണമായ നരകത്തിലോട്ടേക്ക് പോകും എന്നാണ് ചുരുക്കം. ഇതിലൊന്നും പേരില്ലാത്തവർക്ക്, ഇപ്പം ഞാൻ ഈ പറഞ്ഞ പേരുകൾ ഉണ്ടല്ലോ, അവിശ്വാസികൾ അറക്കപ്പെട്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിലൊന്നും പേരില്ലാത്തവർക്കാണ് ഞാൻ മുൻപ് പറഞ്ഞ വചനം. എന്ത്? 1 കോരിന്തോസ് 15:55, ഹേ മരണമേ നിന്റെ ജയം എവിടെ എന്ന്. അതായത് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാണ്. അവരുടെ മേൽ രണ്ടാമത്തെ മരണത്തിന് അധികാരമില്ല. മർത്യമായത് അമർത്യത്തെ ധരിക്കും എന്നാണ് പറയുന്നത്. അതായത് അപ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. മനസ്സിലായി നിങ്ങൾക്ക്? അപ്പോൾ ഈ ഒന്നാമത്തെ മരണം ദൈവത്തിന് വേണ്ടിയുള്ളതാണെങ്കിൽ രണ്ടാമത്തെ മരണത്തിൽ നിങ്ങൾ അർഹനാവുകയില്ല. അല്ലെങ്കിൽ രണ്ടാമത്തെ മരണവും നിങ്ങൾക്ക് തന്നെ ചിന്തിക്കും. അതായത് ഞാൻ പറഞ്ഞു വന്നത്, ജീവിത തിരക്കുകൾക്കിടയിൽ സ്വന്തം മരണത്തെ ഓർത്ത് വേവലാതിപ്പെടുന്നവരെ, നീ ശരിക്കും ഭയക്കേണ്ടത് ഈ ആദ്യത്തെ മരണത്തെയല്ല, നീ ഭയക്കേണ്ടത് രണ്ടാമത്തെ മരണത്തെയാണ്. ആദ്യത്തെ മരണം കർത്താവിന് വേണ്ടിയാണ് എങ്കിൽ നിനക്ക് രണ്ടാമത്തെ മരണം ഉണ്ടാവില്ല. ഇത് കേൾക്കുന്ന ഭൂരിഭാഗം ആൾക്കാരും എന്ത് ചിന്തിക്കും? ഞാൻ തെറ്റൊന്നും പ്രത്യേകിച്ച് ചെയ്യുന്നില്ല, എനിക്ക് സ്വർഗം കിട്ടും എന്ന് ചിന്തിക്കുന്നവരായിരിക്കും ഭൂരിഭാഗം ക്രിസ്ത്യാനികളും. ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകും, ഞാൻ എല്ലാ ദിവസവും ബൈബിൾ വായിക്കും എന്ന് വേണ്ട എല്ലാ കൂതാശകളൊക്കെ ചെയ്യും എന്ന് എല്ലാ നല്ല പ്രവർത്തികളൊക്കെ ചെയ്യും അല്ലേ. അപ്പം ഞാൻ സ്വർഗത്തിലോട്ട് പോകും എന്ന് ചിന്തിക്കുന്നവരായിരിക്കും ഭൂരിഭാഗം ക്രിസ്ത്യാനികളും. എന്നാൽ ഒരുവൻ തൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലൂടെ ഒരു തിന്മയെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങിയാൽ അപ്പോൾ തന്നെ സാത്താൻ പ്രവർത്തിക്കും. അങ്ങനെ പ്രവർത്തിക്കുന്നതെല്ലാം, അതായത് സാത്താൻ അങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡിലൂടെ പ്രവർത്തിച്ച് ചെയ്യുന്നതെല്ലാം പാപമാണ്. സാത്താൻ എപ്പോഴും പ്രവർത്തിക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡിലാണല്ലേ. ഞാൻ മുൻപ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കാരണം സാത്താൻ സബ് കോൺഷ്യസ് മൈൻഡിലാണ്. സബ് കോൺഷ്യസ് മൈൻഡിലാണ് നമ്മൾ പാപങ്ങൾ ചെയ്യുന്നതും. 1 യോഹന്നാൻ 5:18, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല എന്ന്. തന്നെത്താൻ സൂക്ഷിക്കണം എന്നാണ്. മനസ്സിലായോ? നമ്മളോട് തന്നെയുള്ള, നമ്മുടെ ആത്മാവിനോടുള്ള ഉത്തരവാദിത്തമാണ് തന്നെത്താൻ സൂക്ഷിക്കുക എന്നത്. അപ്പോൾ ദുഷ്ടന് പിന്നെ നമ്മളെ തൊടാൻ സാധിക്കില്ല. അപ്പോൾ അതെങ്ങനെയാണ് തന്നെത്താൻ സൂക്ഷിക്കുക? അതായത് നീ എന്ത് കേൾക്കണം, നീ എന്ത് തീരുമാനിക്കണം എന്നത് നിശ്ചയിക്കുന്നത് ആരാ? നീയായിരിക്കണം. നിന്റെ ആത്മനിയന്ത്രണത്തിൻ്റെ കീ വേറൊരാൾക്കോ വേറൊരു സാധനത്തിനോ, അതായത് മൊബൈൽ എന്തിനോ നീ കൊടുക്കാൻ പാടില്ല. നിന്നെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നിനക്കാണ്, അത് വേറെ ആർക്കുമല്ല. ഉദാഹരണമായിട്ട് ഇപ്പം നീ ഒരു പരദൂഷണം കേൾക്കാണ്. അത് കേൾക്കുമ്പോൾ തന്നെ സാത്താൻ നിൻ്റെ ഉള്ളിൽ കിടന്നു കഴിഞ്ഞു. അപ്പോൾ ഈ പരദൂഷണം പോലും പാപമായിട്ട് കണക്കിലെടുക്കും. തെറ്റായിട്ടല്ല, പാപമായിട്ട്. തെറ്റും പാപവും തമ്മിലുള്ള വ്യത്യാസമൊക്കെ ഞാൻ നിങ്ങൾ മുൻപ് പറഞ്ഞു തന്നിട്ടുണ്ട്. പാപമായിട്ട് കണക്കിലെടുക്കും ഈ പരദൂഷണം പോലും. അപ്പോൾ നീ തെറ്റുകാരനാണോ പാപിയാണോ എന്നൊക്കെ സ്വന്തമായിട്ട് ചിന്തിക്കേണ്ട ഈ ടോക്ക് കേൾക്കുമ്പോൾ. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 12:4, പാപത്തോട് പോരാടി നിൽക്കണമെന്നാണ് പറയുന്നത്. മനസ്സിലായേ? പാപത്തിനോട് പോരാടി നിൽക്കണമെങ്കിൽ നമുക്ക് ആത്മനിയന്ത്രണം ആവശ്യമാണ്. നമ്മുടെ കീ നമ്മുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കണം. അത് വേറെ ആരുടെ കയ്യിലും കൊടുക്കാൻ പാടില്ല. വേറൊരാൾക്കോ അല്ലെങ്കിൽ വേറെ ഒരു സംഭവങ്ങൾ ഒന്നിനും നമ്മളെ നിയന്ത്രിക്കാൻ നമ്മൾ ഒരിക്കലും അവസരം കൊടുക്കരുത്. അവിടെയാണ് സാത്താൻ കയറി ഇടപെടുന്നത്. യാക്കോബ് 4:7 എന്താ പറയുന്നത്? പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുന്ന പറയുന്നേ. അപ്പോൾ എതിർത്ത് നിൽക്കണം സാത്താനെടുത്ത്. എതിർത്ത് നിൽക്കാതെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നിന്നിട്ടുണ്ടെങ്കിൽ അവൻ നിങ്ങളുടെ തലയും കൊണ്ടുപോകും. അതായത് നിങ്ങൾ എത്ര വിശുദ്ധന്മാരാണ് എന്ന് മനസ്സിൽ വിചാരിച്ചാലും എല്ലാവരും അറിയാതെ തന്നെത്താൻ അറിയാതെ തന്നെ ഒരുപാട് പാപം ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ വാഷ് ഔട്ട് ചെയ്യണം അല്ലേ? അത് വാഷ് ഔട്ട് ചെയ്യാനും തിരിച്ചു വരാനും പോയിൻറ്റ്സ് നേടാനും ഒക്കെ നമ്മൾ ശരീരത്തിലായിരിക്കുമ്പോഴേ നമുക്ക് സാധിക്കുള്ളൂന്നേ. മരിച്ചു കഴിഞ്ഞാൽ നമുക്കിതൊന്നും സാധിക്കില്ല. ഈ മരിച്ചവരോടൊക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ ഒരുപാട് പേര്.
മരിച്ച വിശുദ്ധന്മാരോട്, വിശുദ്ധകളോട്, അല്ലെങ്കിൽ എന്താ പറയുക, മരിച്ച ബന്ധുക്കളോട് വരെ സംസാരിക്കുന്നവർ, ദുഃഖിക്കുന്നവർ, അവർക്ക് വേണ്ടി, അതിലൊന്നും ഒരു അർത്ഥമില്ല. നമ്മൾ ജീവിച്ചിരിക്കും, നമ്മുടെ ആത്മാവിനുള്ള ഈ കവചമാണ് നമ്മുടെ ശരീരം എന്നത്, അല്ലേ? അപ്പം നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മാത്രമേ നമുക്ക് കർത്താവിന് വേണ്ടി പോയിന്റ്സ് നേടാൻ സാധിക്കുള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ കൊണ്ട് ഒന്നും സാധിക്കില്ല. അവരെല്ലാം വെയിറ്റിംഗ് ആണ് പിന്നെ നിത്യവിധിക്കായിട്ട്. അവരോടൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, മരിച്ച സിംഹത്തെക്കാൾ വാല്യൂ ജീവനുള്ള ഒരു ഉറുമ്പിനുണ്ടെന്ന് പറയണ കേട്ടിട്ടില്ലേ? കാരണം ഉറുമ്പിന് ജീവനുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ സിംഹത്തിന് പിന്നെ ഒരു ഉപകാരമില്ല. ആ ശരീരം ചത്ത് ചീഞ്ഞു പോകൂല്ലേ? നമ്മളും അങ്ങനെ തന്നെയാണ്. 2 Korinthos 5:10 അവനവൻ ശരീരത്തിലായിരിക്കുമ്പോൾ നല്ലത് ചെയ്താൽ രക്ഷ പ്രാപിക്കും. മനസ്സിലായി? അപ്പോൾ ശരീരത്തിലായിരിക്കുമ്പോൾ നന്മ ചെയ്യണം. മരിച്ചതിന് ശേഷം ഒരു നന്മ ചെയ്തിട്ട് മരിച്ചതിന് ശേഷം നമുക്ക് നന്മ ചെയ്യാൻ സാധിക്കില്ല. എങ്ങനെ സാധിക്കും? ആ മരിച്ചവരോടാണ് നമ്മൾ നിന്ന് പ്രാർത്ഥിക്കണേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, ദൈവത്തോട് പ്രാർത്ഥിക്കണേ എന്നൊക്കെ അപേക്ഷിക്കുന്നില്ലേ ക്രിസ്ത്യാനികൾ? മരിച്ചു പോയവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമല്ലേ? മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. അവരുടെ ജീവിത ചെയ്തികൾ എങ്ങനെയാണോ അതനുസരിച്ചാണ് ദൈവം അവരെ വിധിക്കുക. അപ്പോൾ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. അതായത് എന്താണ് പാപം? ചെയ്യേണ്ട നന്മ അതറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നതാണ് പാപം, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പറയുന്നതൊക്കെ കേട്ടിട്ടും അത് പ്രവർത്തിക്കാതിരുന്നാൽ പാപമാകില്ലേ? ചിന്തിക്കിനി. ഉൽപ്പത്തി 3:22 ആദവും ഹവ്വയും തെറ്റു ചെയ്തപ്പോൾ ദൈവം എന്താ പറഞ്ഞത്? മനുഷ്യൻ നന്മ തിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയി തീർന്നിരിക്കുന്നു, അല്ലേ? അതായത് നന്മയും തിന്മയും തിരിച്ചറിയുന്നവരായിരുന്നു എല്ലാ എലോഹിമുകളും. അതിൽ നന്മ ചെയ്യാൻ ശീലിച്ചവർ ദൈവത്തിൻ്റെ കൂടെയും തിന്മ ചെയ്യാൻ ശീലിച്ചവർ സാത്താൻ്റെ കൂടെയുമായി. അതിനാൽ നിനക്ക് ദൈവത്തിൻ്റെ കൂടെ സ്ഥാനം വേണോ അതോ സാത്താൻ്റെ കൂടെ സ്ഥാനം വേണോ എന്ന് നീ ചിന്തിക്കണം. ഞങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ ക്രിസ്ത്യാനികളായവർ, അതായത് സത്യക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ ചെവി പൊത്തും. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ട്, പറയണ്ട, നമ്മൾ എന്തെങ്കിലും അതുമായി റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ സംസാരിച്ചാൽ അപ്പോൾ ചെവി പൊത്തും. നീ നിൻ്റെ ഇഷ്ടം പോലെ ജീവിച്ചോ, ഞങ്ങളോടൊന്നും പറയണ്ട, ഇതൊക്കെ കേട്ടാൽ ഞങ്ങൾ നിൻ്റെ പോലെ ചീത്തയാകും എന്നാണ് അവർ പറയുക. അവരങ്ങനെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. ഭയമാണ് ഒരു പക്ഷേ. ഞങ്ങൾ സംസാരിച്ചു വരുമ്പോഴേക്കും ഭയമാണ്. അല്ലയോ ക്രിസ്ത്യാനി, നീ നേരാവണ്ണം ബൈബിള് വായിക്കാറുണ്ടോ? തത്തമ്മ ചീട്ടെടുക്കുന്ന പോലെ ഇഷ്ടമുള്ളത് എടുത്ത് വായിക്കണ ക്രിസ്ത്യാനിയല്ല, അല്ലെങ്കിൽ നല്ലത് എന്ന് തോന്നുന്ന വചനങ്ങൾ മാത്രം എടുത്ത് ആശ്വസിക്കുന്ന ക്രിസ്ത്യാനിയല്ല. നിങ്ങൾ ഇതൊരു നുണക്കഥയായിട്ട് കാണാതെ, എന്താ പറയുക, ഞങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾ എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്? ഞങ്ങൾ സംസാരിക്കുന്നത് തിരുവചനം വെച്ചിട്ടാണ്. ഞാനിങ്ങനെ ഒരുപാട് സംസാരിക്കേണ്ടി വന്നു ഒരു സാഹചര്യത്തിൽ ഒരു 2 സിസ്റ്റേഴ്സിനോട്. അപ്പോൾ അവർ കുറേ കാര്യമൊക്കെ അവർ ശരിയാണ്, കാരണം വചനം വെച്ച് തർക്കിക്കാൻ പറ്റില്ല, നമ്മൾ വചനത്തിലുള്ളതാണ് പറയണേ. അപ്പോൾ അവർ ചോദിക്കുകയാണ്, കുട്ടിക്ക് കാറ്റിസം പഠിപ്പിക്കാൻ വന്നുവിടുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, കാറ്റിസം പഠിപ്പിക്കേ, ഞാൻ വചനം പഠിപ്പിക്കാം. കാറ്റിസം പഠിപ്പിക്കാൻ എനിക്ക് അത് രണ്ടും രണ്ടാ. അത് ആദ്യം ക്രിസ്ത്യാനി മനസ്സിലാക്കണം. നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ഈ തിരുവചനത്തിലുള്ളതാണ് നിങ്ങളെ സഭ പഠിപ്പിക്കുന്നതെന്നല്ലേ? പക്ഷേ അല്ല, അത് തെറ്റാണ്. തിരുവചനം വേറെ, സഭ പഠിപ്പിക്കുന്നത് വേറെ. അത് ആദ്യം തിരിച്ചറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. നിങ്ങൾ ഈ തിരുവചനത്തിന് എന്താ കാണുന്നത്? എങ്ങോ നടന്ന ഒരു കഥയായിട്ടാണ് നിങ്ങൾ കാണുന്നത്. പക്ഷെ അങ്ങനെ കാണാതെ ഇത് നിങ്ങളുടെ പൂർവികരുടെ ജീവചരിത്രമായിട്ട് തിരുവചനം കോർത്തിണക്കി പഠിക്കാൻ ക്രിസ്ത്യാനി നീ ശ്രമിച്ചിട്ടുണ്ടോ? ഞാൻ നിങ്ങളോട് വെല്ലുവിളിക്കാം. ക്രിസ്ത്യാനികളിൽ 90% ആളുകളും ബൈബിളിലെ 10 കൽപ്പന കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. പുറപ്പാട് 20 10 കൽപ്പന കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. സഭ പഠിപ്പിച്ച 10 കൽപ്പന ആയിരിക്കട്ടെ, കാണാപ്പാടായിരിക്കും. 10 കൽപ്പന പറയാൻ പറഞ്ഞാൽ ഇങ്ങനെ പറയും, സഭ പഠിപ്പിച്ച 10 കൽപ്പന. പക്ഷേ ബൈബിളിലെ പുറപ്പാട് 20 10 കൽപ്പന 90% ക്രിസ്ത്യാനികളും കണ്ടിട്ടുണ്ടാവില്ല, തുറന്ന് വായിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ഇനി ബാക്കി 10% ആളുകൾ, അതായത് ഇത് വായിച്ചിട്ടുള്ളവർ, പുറപ്പാട് 20 വായിച്ചിട്ടുള്ളവർ, അർത്ഥം മനസ്സിലാക്കുന്നവരായിരിക്കും അല്ലേ? പക്ഷേ അർത്ഥം മനസ്സിലാക്കാത്തവർ, അതായത് ഈ അന്ത്യകാല വ്യാജ പ്രവാചകന്മാർ
അവരുടെ ബ്രെയിനിൽ ഇഞ്ചക്ഷൻ കുത്തന്മാരി അവർ ഈ വചനത്തിനൊക്കെ ഓരോ അർത്ഥം മാറ്റി കുത്തിവെച്ചേക്കല്ലേ. പിന്നെ എങ്ങനെ അവർ ചിന്തിക്കുക? അവർ ചിന്തിക്കില്ല. ഇത് പുറപ്പാട് 20 ഇങ്ങനെ വായിച്ചു പോകും. അവർക്കതൊരു ചിന്തിക്കാനുള്ള കഴിവില്ല, അല്ലെങ്കിൽ അതിലെന്താ പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കാനുള്ള കഴിവില്ല. ഇനി വേറെ ചിലരുണ്ട്, ഇത് മനസ്സിലാക്കിയവർ, ഇത് ഞങ്ങൾ പറയണതൊക്കെ ശരിയാണ് എന്ന് ചിന്തിച്ച് ഇത് വായിച്ച് ഇതൊക്കെ ശരിയാണെന്ന് മനസ്സിലാക്കുന്നവരുണ്ട്. അവർക്കോ തിരിച്ചു വരാനായിട്ട് ഭയമാണ്. അതായത് ദൈവത്തെക്കാൾ സഭയെ ഭയക്കുന്ന ക്രിസ്ത്യാനി, അതാണ് ഇന്ന് കാണുന്നത്. അവർ ഞങ്ങളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ കല്യാണം എങ്ങനെ നടത്താം, നിങ്ങൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അടക്ക് നടത്തുക എന്നൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. ഇതെന്ത് ബുദ്ധിശൂന്യത! നിങ്ങളൊരു പള്ളിയിൽ കല്യാണം നിങ്ങൾ കെട്ട് നടത്തുന്ന വിചാരിക്കുക, ആ രേഖയ്ക്ക് ഗവൺമെൻറ്റിൽ എന്തെങ്കിലും വാല്യൂ ഉണ്ടോ? ഇല്ലല്ലോ. കല്യാണം കഴിഞ്ഞ് ഒരു ആഴ്ചയോ ഒക്കെ കഴിയുമ്പോൾ നമ്മൾ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് കല്യാണം രജിസ്റ്റർ ചെയ്യണം, അതിനാണ് വാല്യൂ അല്ലേ? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ പള്ളിയിൽ പോയി കിട്ടണേ? അവിടെ ഒരു പുരോഹിതൻ്റെ ആശീർവാദം അതാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അവിടെ ദൈവം ഉണ്ടോയെന്ന് പോലും നിങ്ങൾക്കറിയോ? മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും രജിസ്റ്റർ ഓഫീസിൽ പോയി കെട്ടാവുന്നതേ ഉള്ളൂ. ഇനി കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് പാർട്ടി കൊടുക്കാം ആ സന്തോഷത്തിന് അല്ലേ? കല്യാണം നടക്കും. ഇനി മരിച്ചു കഴിഞ്ഞാൽ അതിലാണ് വേറൊരു കാര്യം. മരിച്ചു കഴിഞ്ഞാൽ പലരുടെയും വിചാരം ക്രിസ്ത്യാനികൾക്ക് കുഴിച്ചിടുന്ന ആ അടക്കം കിട്ടിച്ചില്ല, ഓപ്പീസൊക്കെ ചൊല്ലുള്ള ആ അടക്കം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ നരകത്തിൽ പോവില്ലേ. എന്താ പറയുക, ശുദ്ധ മണ്ടത്തരമാണതൊക്കെ. മരിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറില്ല, നമ്മൾക്കുള്ള ആത്മാവിൻ്റെ ചട്ടക്കൂട് മാത്രമാണ് ശരീരം. മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ചീനഴിഞ്ഞ് പുഴുവായിട്ട് പോകും. ഈ ശരീരത്തെപ്പറ്റി നീ എന്തിന് വേവലാതിപ്പെടുന്നു മനുഷ്യ? നീ ചിന്തിക്ക്. മരിച്ചു കഴിഞ്ഞിട്ട് അവർ കൊണ്ടുപോകണില്ല, പള്ളിയിലേക്ക് കൊണ്ടുപോകണില്ല, അടക്കം നടത്തുന്നില്ല, വേണ്ട. എന്തായാലും ചത്ത് ചീഞ്ഞ് അവിടെ കിടന്ന് മണെടുക്കൂലേ. അതുകൊണ്ട് ആൾക്കാർ ആരെങ്കിലും എടുത്തുകൊണ്ടുപോയി ക്രിമിറ്റോറിയത്തിൽ കത്തിച്ച് കളയോ എന്തെങ്കിലും ചെയ്തു കൊടുക്കും. അപ്പം മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തെ പറ്റി നിങ്ങൾ എന്തിന് വേവലാതിപ്പെടുന്നു? നമ്മുടെ ആത്മാവിനാണ് വാല്യൂ. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലേ, ഈ മുട്ടയ്ക്കുള്ളിലെ ആ ഉണ്ണിയും വെള്ളയും അതാണ് നമ്മൾക്ക് വാല്യൂ ഉള്ളൂ. മുട്ടത്തോടിന് വാല്യൂ ഉള്ള ഇത് ഉള്ള ആ ഒരു സമയത്ത് മാത്രം ആ മുട്ടയ്ക്കും വാല്യൂ ഉള്ളൂ. അത് പൊട്ടിച്ച് നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുട്ടത്തോടെടുത്ത് കാട്ടിക്കളയും എന്ന് പറഞ്ഞോണം. നമ്മളുടെ ആത്മാവ് നമ്മിൽ നിന്ന് വേർപെട്ട് പോയാൽ പിന്നെ നമ്മുടെ ശരീരത്തിനെ കൊണ്ട് ഒരു ഫലവുമില്ല. ആ ശരീരം ചത്ത് ചീന അഴുകിപ്പോകും. നമ്മളുടെ വിലപ്പെട്ട ആത്മാവ്, അതിലെന്ത് നീ കണ്ടെത്തിയിട്ടുണ്ടോ, അതിൽ നീ കർത്താവിന് വേണ്ടി പോയിന്റ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ, അവിടെയാണ് നിനക്ക് ഗുണമുള്ളതും അല്ല പോയിന്റ്സ് ഇല്ലാത്തവർക്ക് ദോഷമുള്ളതും. ആത്മാവിനാണ് വാല്യൂ, അല്ലാണ്ട് ശരീരത്തിനല്ല. അപ്പോൾ ദൈവത്തിനല്ല ക്രിസ്ത്യാനി പ്രാധാന്യം കൊടുക്കുന്നതെന്ന് പല സഭകൾക്കുമാണ്. ദൈവത്തിൻ്റെ മുൻപിൽ മനുഷ്യൻ്റെ മാനത്തിന് വില കാണുന്ന ക്രിസ്ത്യാനി, നീ ഒന്നോർക്ക്, നീ എങ്ങോട്ടാ പോകുന്നേ? നിനക്ക് ഭയമില്ലേ? നിനക്ക് ഈ ഭൂമിയിലുള്ള കുറച്ച് നാൾ 70-80 ഇനിയുള്ളവർക്ക് അതൊന്നുമില്ല അല്ലേ? 50 വർഷം ഇപ്പോഴത്തെ ജനങ്ങൾ 60 വർഷമൊക്കെ ജീവിച്ചാൽ പറയും ജീവിച്ചു എന്ന്. ഇനിയുള്ളവർക്ക് ഇനിയിപ്പോൾ അതുമില്ല, ലോകം അവസാനിക്കാറായി. അപ്പോൾ അത്രയും കാലം ജീവിച്ചാൽ മതിയോ? പിന്നീടുള്ള കാലം നീ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഭൂമിയിലെ ജീവിതം എന്നത് ക്ഷണഭംഗുരമാണ്. അതിനുശേഷം അതിനുള്ള കാലം അനന്തമായി കിടക്കുകയാണ്. അത് മുഴുവൻ നരകത്തീയിലാണെങ്കിൽ നീ ഒന്ന് ഓർത്തു നോക്കിയേ. ഇതൊന്നും ഓർക്കാനായിട്ട് ഇന്ന് ജനങ്ങൾക്ക് സമയമില്ല. ഇപ്പം നമ്മളൊരു വെയിറ്റിംഗ് ഏരിയയിൽ പോലും നമ്മൾ വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. കുറച്ച് പേര് ഇരിക്കുന്നുണ്ടാവും, കുറച്ച് പേര് നിൽക്കുന്നുണ്ടാവും, നടക്കുന്നുണ്ടാവും അല്ലേ? അവർ പരസ്പരം ഒന്നും മിണ്ടില്ല. എല്ലാവരുടെ കയ്യിലും ഓരോരോ ഫോൺ കാണും. ഒരു ഫാമിലിയെ തന്നെ എടുത്ത് നോക്കിക്കോ, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു സ്വഭാവമേ ഇന്നില്ല. അല്ലാതെ തന്നെ ഒരു ഫാമിലി ഒരുമിച്ച് ഇരിക്കുകയാണെങ്കിൽ കൂടി എല്ലാവർക്കും സെപ്പറേറ്റ് ഫോണായിരിക്കും. എല്ലാവരും അവിടെ ഇവിടെ ഫോണിൽ കുത്തി എല്ലാവരും കുമ്പിട്ട് നിൽക്കുന്നത് കാണാം. ആ വെയിറ്റിംഗ് ഏരിയയിൽ ഒരു അപകടം നടക്കുകയാണെങ്കിൽ കൂടി, ഇപ്പം അതിലേ പോകുന്ന ഒരു കുഞ്ഞിനെ എന്തെങ്കിലും വീണു അല്ലെങ്കിൽ തലടിച്ചു എന്ത് നടന്നാലും ചിലപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരാൾ പോലും ഇത് അറിയില്ല. അവരൊക്കെ ഈ ഫോണിൽ മുഴുകി കുമ്പിട്ട് നിൽക്കുകയാണ്. ലോകം അങ്ങനെയാണ് പോകുന്നത്. അപ്പം എന്താണ്? സാത്താൻ്റെ മുൻപിൽ, AI യുടെ മുൻപിൽ കുമ്പിട്ട് നിൽക്കുകയാണ് ഇന്ന് ലോകം മുഴുവനും.
ക്രിസ്ത്യാനിയുടെ അറിവില്ലായ്മയെ, വചനത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയെ ചൂഷണം ചെയ്ത് ഇരിക്കുന്ന അറിവില്ലാത്ത ആൾക്കാർ വേറെ ഒരുത്തര്. മനസ്സിലായോ? അതായത് ഒരു മനുഷ്യന് വചനത്തെക്കുറിച്ച് അറിവില്ലായ്മ, ആ അറിവില്ലായ്മയെ ചൂഷണം ചെയ്തും മുതലെടുത്തുമാണ് വേറൊരുത്തൻ കളിക്കുന്ന കളി അവൻ്റെ കീശ വീർപ്പിക്കാനായിട്ട്. അതായത് അറിവില്ലാത്ത മറ്റൊരുവനെ അറിയാത്തതിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരവസ്ഥ, അതാണ് ഇന്ന് എല്ലാ സഭകളിലും കണ്ടുവരുന്നത്. അതിൻ്റെ ഫലം എന്താണ്? ഈ അറിവില്ലാത്തവനും അറിയാത്തവനും ഒന്നുപോലെ കുഴിയിൽ ചെന്ന് വീഴും. വചനം വായിച്ച് അറിവ് പ്രാപിക്കാത്തവൻ തെറ്റും. ബേസിക് ആയിട്ടുള്ള 10 കൽപ്പന പോലും അറിയാത്ത പുരോഹിതനാണ് നിന്നെ പഠിപ്പിക്കുന്നതെങ്കിൽ നിന്റെ ഗതി എന്താണ്? നീ ചിന്തിക്ക്. സ്വന്തം ദൈവത്തിൻ്റെ പേര് പോലും ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ എന്തായിരുന്നു എന്നറിയാത്ത ഒരു പുരോഹിതനാണ് നിന്നെ പഠിപ്പിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യം അതുപോലും ഇല്ലാത്ത ഒരാളാണ് നിന്നെ നേർവഴിക്ക് നയിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ നിന്റെ ഗതി എന്ത്? വിദ്യാസമ്പന്നരായ എല്ലാവരും രാവിലെ ഒരു പ്രതിമയ്ക്ക് മുൻപിൽ, അല്ലെങ്കിൽ ഒരു കല്ലിൻ്റെ മുൻപിൽ, ഒരു മരത്തിൻ്റെ മുൻപിൽ, എന്തെങ്കിലും ഒന്നിൻ്റെ മുമ്പിൽ കുമ്പിടുമ്പോൾ നീ അതിൽ ദൈവമുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ നീ ആദ്യം ചിന്തിക്ക്, നീ ആരാണ്? നീ എവിടെ നിന്ന് വന്നു? എങ്ങോട്ട് പോകും? മരണശേഷം നീ എങ്ങോട്ട് പോകും? നീ എന്തിന് ജനിച്ചു? അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. നീ ഇങ്ങനെ ഉറങ്ങി, ഭക്ഷിച്ച്, ജോലിക്ക് പോയി, ടെൻഷൻ അടിച്ച് പൊളിച്ച്, ടൂറ് പോയി ഒക്കെ നടക്കുകയാണല്ലേ. ഒരിക്കലും നീ മരിക്കും. ഞാൻ ചോദിക്കട്ടെ, നീ എന്തിനാണ് ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്? ഈ ഭൂമിയിൽ നീ ആരാണെന്ന് ചോദിച്ചാൽ നിനക്കൊരു ലേബൽ ഉണ്ടാവും അല്ലേ. ഞാൻ ഒരു അമ്മയാണ്, ഒരു കുടുംബിനിയാണ്, ഒരു ഡോക്ടറാണ്, നഴ്സാണ്, എൻജിനീയറാണ് എന്നൊക്കെ പറഞ്ഞ് നിനക്കൊരു ഐഡൻറ്റിറ്റി ഈ ഭൂമിയിലുണ്ട് അല്ലേ. പക്ഷെ നിന്നോട് തന്നെ ചോദിച്ചേ, നീ ശരിക്കും ആരാണ്? നിന്നെ സൃഷ്ടിച്ചത് ആരാണ്? നിങ്ങൾ യാദൃശ്ചികമായി ഉണ്ടായ ഒരു സൃഷ്ടിയല്ല. നിങ്ങളുടെ ജീവൻ അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ? അതായത് മരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ പലരുടെയും മരണങ്ങളൊക്കെ അല്ലേ. മരിച്ചു കഴിയുമ്പോൾ എന്തോ ഒന്ന് നഷ്ടപ്പെടുന്നു ആ ശരീരത്തിൽ നിന്ന്. അതുവരെ ശ്വസിച്ചിരുന്ന, എന്താ പറയുക, സംസാരിച്ചിരുന്ന നിങ്ങൾ നിശ്ചലമാകുന്നു. ആ പോകുന്നത് എന്താണ്? എന്തോ ഒരു സാധാരണ ശരീരത്തിൽ നഷ്ടപ്പെടുന്നു. അതെന്താണ്? ജീവൻ എന്നല്ലേ. അതെന്താണ്? അതാണ് ആത്മാവ്. ഈ മാനുഷികമായ കണ്ണുകളാൽ കാണാൻ പറ്റാത്ത ആത്മാവ്. അപ്പോൾ ഈ ആത്മാവിന് ഒരു വാല്യൂ ഉണ്ട്. അത് നിങ്ങൾ ആദ്യം തിരിച്ചറിയണം. ഈ സങ്കീർത്തന പുസ്തകത്തിൽ 14:1 ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അങ്ങനെ എഴുതിച്ചേക്ക് അവിടെ. അപ്പോൾ ദൈവമില്ല എന്ന് പറഞ്ഞ് ശാസ്ത്രത്തിൻ്റെ പിന്നാലെ പോകുന്നവരെ മൂഢരെന്നാണ് അവിടെ വിളിക്കുന്നത്. ഇനി ഞാൻ നിങ്ങളോട് മുൻപ് പറഞ്ഞ ആ ക്വസ്റ്റ്യൻ അല്ലേ, അന്വേഷിക്കണമെന്ന് പറഞ്ഞില്ലേ, അതിനെപ്പറ്റി സങ്കീർത്തനം 14:2 പറയുന്നുണ്ട്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു എന്നവിടെ പറയുന്നത്. അപ്പം എന്താ അതിൻ്റെ അർത്ഥം? അന്വേഷിക്കണം, ദൈവത്തെ അന്വേഷിക്കണം. നിങ്ങൾ ദൈവത്തെ കണ്ടെത്താൻ ആഗ്രഹിക്കുമ്പോൾ വചനം പഠിക്കുമ്പോൾ അതിലൂടെ നിങ്ങൾ ആരാണെന്ന് കണ്ടെത്തും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാകും. അപ്പോൾ എന്തുണ്ടാവും? മരണശേഷമുള്ള നിത്യജീവിതം നിങ്ങൾ കൊതിക്കും. അപ്പോൾ ഞാൻ നിങ്ങളോട് മുൻപ് ചോദിച്ച കുറേ ചോദ്യങ്ങളുണ്ടല്ലോ, അതിനെല്ലാം നിങ്ങൾ ഉത്തരം കണ്ടെത്തും. ആ ദൈവം, യഥാർത്ഥമായ ദൈവത്തെ നിങ്ങൾ കണ്ടെത്തും. ഏക ദൈവം. ആ ദൈവം ഇസ്രായേലിൻ്റെ ദൈവമാണെന്ന് നിങ്ങൾ തിരിച്ചറിയും. ആ ദൈവത്തിന് എന്തുകൊണ്ടാണ് ഇസ്രായേൽ പ്രിയപ്പെട്ടതായിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അതുപോലെ ഇസ്രായേൽ മറ്റുള്ള മനുഷ്യരിൽ നിന്ന് എങ്ങനെയാണ് ഒരു വേർപെട്ട ജനതയായി തിരിഞ്ഞു നിൽക്കുന്നത് എന്നും നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോഴാണ് നിങ്ങൾ ഇതൊക്കെ പഠിക്കുള്ളൂ. അതിനെന്ത് വേണം? നിങ്ങളുടെ മനുഷ്യനിർമ്മിത പാരമ്പര്യങ്ങൾ ഉപേക്ഷിക്കണം. നിങ്ങൾ നിർജീവ മതത്തിൽ നിന്നും ശക്തിയില്ലാത്ത പ്രസംഗത്തിൽ നിന്നും നിങ്ങൾ അകന്നു നിൽക്കണം. നിങ്ങളുടെ ദൈവത്തിൻ്റെ പേര് പോലും അറിയാത്ത പാസ്റ്ററിൽ നിന്ന് നിങ്ങൾ എത്രയും വേഗം ഓടിപ്പോണം. ഏകദൈവത്തെ, ഇസ്രായേലിൻ്റെ ദൈവത്തെ നിങ്ങൾ അന്വേഷിക്കണം.
ഇന്നത്തെ സഭയുടെ അവസ്ഥ എന്താണ്? നിങ്ങൾ പോകുന്ന പോക്ക് നിങ്ങൾക്കറിയുമോ? 500 വർഷം പഴക്കമുള്ള വത്തിക്കാനിൽ ഒരു മുറി വരെ നിസ്കരിക്കാൻ ഇസ്ലാം ജനതയ്ക്ക് തുറന്നു കൊടുത്ത നിങ്ങളുടെ സഭയുടെ അധികാരി, നിങ്ങൾ തന്നെ ചിന്തിക്കുക, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? സാത്താനെ തിരിച്ചറിയാതെ നിങ്ങൾ ഈ പോക്ക് പോയാൽ നിങ്ങളുടെ ഗതി എന്താണ്? എല്ലാവർക്കും സുഹൃത്തുക്കളാക്കി എല്ലാവരുടെയും മുൻപിൽ കുമ്പിട്ട് നടന്ന് ഒരു കരണത്തടിച്ചവന് മറുകരണം കാണിച്ചു കൊടുക്കാൻ പഠിപ്പിച്ച് നിങ്ങളെ മൊണ്ണകളാക്കി കൊണ്ടുപോയാൽ എന്താണ് നിങ്ങളുടെ അവസ്ഥ? ബലിമൃഗമാകും, അറക്കപ്പെട്ടവരാകും, ഭീരുക്കളാകും. അതാണ് ഇന്നത്തെ സഭയുടെ പോക്ക്. ഇപ്പോൾ യഹൂദന്മാർക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നവർ, അവർ ശരിക്കും നിങ്ങൾക്ക് പ്രൊട്ടക്ഷനാണ് ക്രിസ്ത്യാനികൾക്ക്. അത് കഴിഞ്ഞാൽ നേരെ തിരിയുക നിങ്ങളുടെ അടുത്തേക്കാണ്. മനസ്സിലായോ? ബുദ്ധിയുള്ളവർ ഗ്രഹിക്കട്ടെ എന്ന് എപ്പോഴും ബൈബിളിൽ കൊടുക്കുന്നത്. എല്ലാവരും ഇന്ന് പറഞ്ഞിട്ട് ദൈവം നിങ്ങളുടെ വായിൽ എടുത്തു വെച്ച് തരില്ല. ഓരോ കാര്യം ക്ലൂ ഇട്ടാണ് ബൈബിളിൽ മൊത്തം എഴുതി വെച്ചിരിക്കുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ അന്വേഷിക്കണം, ദൈവത്തെ അന്വേഷിക്കണം. അന്വേഷിച്ചാലേ കണ്ടെത്താനാവുള്ളൂ, മുട്ടിയാലേ തുറന്നു കിട്ടുകയുള്ളൂ. അവസാനം നിങ്ങൾ നിങ്ങളെ അറിയും, ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാവിൻ്റെ വാല്യൂ തിരിച്ചറിയും. ഈ ആത്മാവിന് പ്രാക്ടീസ് ആവശ്യമുണ്ട്. അപ്പോഴാണ് നിങ്ങൾ ആത്മാവിൻ്റെ വാല്യൂ മനസ്സിലാക്കുമ്പോഴാണ് ആത്മാവിന് പ്രാക്ടീസ് ആവശ്യമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ നിങ്ങൾ കഥകടച്ച് രഹസ്യത്തിലിരിക്കുന്ന നിങ്ങളുടെ പിതാവിനോട് സംസാരിച്ചു തുടങ്ങും. അവിടെ നിന്ന് നിങ്ങൾക്ക് നിത്യജീവനിലേക്കുള്ള വഴി തുറക്കപ്പെടും. അല്ലാത്തവർക്ക് രണ്ടാമത്തെ മരണം റെഡി ആയിരിക്കുന്നുണ്ടാവും. നിങ്ങളുടെ മുൻപിൽ വെച്ചിട്ട് ദൈവവചനം തെറ്റായി പഠിപ്പിച്ച് ശോസ്ത്രക്കാഴ്ച വാങ്ങിക്കുന്നവരെ കണ്ടിട്ടും പ്രതികരിക്കാതെ ഇരിക്കുന്നവർ, നാളെ ഒരു ദിവസം നിങ്ങളോട് ദൈവം ചോദിക്കും, വിധി ദിവസത്തിൽ, നിന്റെ മുൻപിൽ വെച്ചിട്ടല്ലേ എൻ്റെ വചനം വിഭജിച്ച് നീ കണ്ടില്ലേ, എന്നിട്ട് നീ എന്ത് ചെയ്തെന്ന് നോക്കിക്കൊണ്ടിരുന്നില്ലേ എന്ന് നിന്നോട് ചോദിക്കും. നിനക്ക് ഒരു താലന്ത് കിട്ടിയിട്ട് അത് കൊണ്ട് കുഴിച്ചിട്ടാൽ എന്താണ് അതിൻ്റെ ഫലം? കുഴിച്ചിട്ടതുകൊണ്ട് എന്താണ് ഫലം? കർത്താവ് നോക്കിക്കോളും, അവരോടൊക്കെ കർത്താവ് ചോദിച്ചോളും എന്ന് നീ ഇരുന്നാൽ അവരുടെ കൂടെ തന്നെ നിന്നെയും കൂടെ ദൈവം കൂട്ടും. ദൈവം എന്താ പറഞ്ഞത്? വിളവധികം വേലക്കാരോ ചുരുക്കം. ആര് പോകും എനിക്ക് വേണ്ടി? നീ എന്താ ചെയ്യേണ്ടത്? നിന്റെ ചുറ്റുമുള്ള കളകളെ പറിക്കണം. ആ കള പറിക്കി, ഇത് പന്തികാലമായി, കള പറിക്കി, കൊയ്യിൽ ദൈവം കൊയ്തോളും. കതിരായി നിനക്ക് വാല്യൂ വരുന്നത് നിന്റെ ചുറ്റുമുള്ള കളകളെ പറിച്ചു മാറ്റുമ്പോഴാണ്. ആത്മീയ കച്ചവടക്കാർ പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് കർത്താവ് നിന്നോട് ചോദിക്കണം, ആരെനിക്ക് വേണ്ടി പോകും? ആരെനിക്ക് വേണ്ടി സംസാരിക്കും? യെസ്, ഞാൻ പോകാം എന്ന് പറയല് ഒട്ടും എളുപ്പമല്ല, വളരെ ബുദ്ധിമുട്ടാണ്. കർത്താവ് വെട്ടാൻ പറയുമ്പോൾ വെട്ടണം. അത് ചിലപ്പോൾ നിന്റെ സ്വന്തക്കാരായിരിക്കാം. മനസ്സിലായോ? വചനം വിറ്റ് കാശാക്കുന്നവനെ കാണുമ്പോൾ ചാട്ടവാറെടുത്ത് അടിക്കാനുള്ള തൻ്റെ ഇടം നിനക്ക് എന്നുണ്ടാകും. അന്നാ നീ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് മാറുള്ളൂ. മനസ്സിലായോ? വചനത്തിൻ്റെ യഥാർത്ഥമായ അർത്ഥം മനസ്സിലാക്കണം. എന്നിട്ട് നീ ചിന്തിക്കണം, നിനക്ക് വലുത് ദൈവമാണോ, നീ വിശ്വസിക്കുന്ന സഭയാണോ? അപ്പോൾ ഞാൻ നിർത്താണ്. ഇന്ന് ഞാൻ പഠിപ്പിക്കുന്ന ഹീബ്രു വേർഡ് നെസ്മദ്, NECHMAD, നെസ്മദ്, കൈൻഡ്, ദയ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും തോദാ റബ്ബ. നിങ്ങൾ ചിന്തിക്കുക, ഞാൻ പോകുന്ന വഴി ശരിയാണോ? ഈ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കുക. എന്നിട്ട് പോയി ബൈബിള് വായിക്കുക. ശരിയായ അർത്ഥം പറഞ്ഞു തരണേ എന്ന് ദൈവത്തോട്, ആബയോട് പ്രാർത്ഥിക്കുക. ആബ കറക്റ്റായിട്ട് പറഞ്ഞു തരും. ഇനി ഇതെല്ലാം ഞാൻ പറഞ്ഞില്ല, ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും തിരിച്ചു വരാത്തവരെ പറ്റി അത് ഭയം. ആ ഭയം നിന്റെ മനസ്സിൻ്റെ ഭയമാണ് സാത്താൻ്റെ ആയുധം. മനസ്സിലായ? ആ ആയുധം തന്നെ എടുത്തിട്ടാണ് നിന്നെ അവൻ തോൽപ്പിക്കുക. ആ ഭയം നീക്കിക്കളയുക. അവസാനമായി അവസാനിക്കാറായി, എല്ലാം അവസാനിക്കാറായി, നമ്മുടെ ആബ വരാറായി. അപ്പോൾ ഈ അവസാന നിമിഷത്തിലെങ്കിലും ധൈര്യം പ്രാപിച്ച് തിരിഞ്ഞു നടക്കാനുള്ള ആ ധൈര്യവും ശക്തിയും നിങ്ങൾക്കുണ്ടാകട്ടെ. ഞാൻ നിർത്തുന്നു. അപ്പോൾ എല്ലാവർക്കും തോദാ റബ്ബ, തോദാ.